സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിലെ എംബ്രോയ്ഡറിയും അതുപോലെ ഫ്ലോറൽ പ്രിന്റും വരുന്ന സൽവാർ സെറ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നമുക്ക് പേസ്റ്റൽ ടോണിലാണ് ഈ സെറ്റ്സ് ഒക്കെ വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ലൈൻസ് പോലെ ഒരു എംബ്രോയ്ഡറി ആണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വീതിക്ക് ഒരു ബോർഡറാണ്. അതിങ്ങനെ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു ബോർഡർ വരുന്നത്. നമുക്ക് ഇതിങ്ങനെ വന്നിട്ട് എൻഡിലേക്ക് വരുമ്പോൾ നല്ല മിഷൻ എംബ്രോയ്ഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. നല്ല സ്കാലപ്പ് പാറ്റേൺ ഒക്കെ ചെയ്തിട്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ സ്ലീവ്സും നമുക്ക് പ്ലെയിൻ ആയിട്ടായിരിക്കും ഇതിൻ്റെ കൊടുത്തേക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ്. ഇതാണ് ടോപ്പിൻ്റെ ഒരു പാറ്റേൺ. ലൈറ്റ് ഒരു ഗ്രീൻ ടോൺ ആണ്. ദുപ്പട്ട നമുക്ക് വരുമ്പോൾ ഡബിൾ ടോൺ ആയിട്ടാണ് ഈ ഒരു ദുപ്പട്ട വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ. നമുക്ക് സെൻറ്ററിൽ ലൈറ്റ് ഗ്രീൻ ടോൺ വരും. എന്നിട്ട് ബോർഡർ വരുമ്പോഴത്തേക്ക് ഡാർക്ക് ഗ്രീനും പിന്നെ ദുപ്പട്ടയുടെ എൻഡിൽ നമുക്ക് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു സൽവാർ സെറ്റാണ്. ഓർഗൻസയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫാബ്രിക് വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ ലൈറ്റ് ഗ്രീൻ ടോണിൽ സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നമുക്ക് ലൈറ്റ് ഒരു പീച്ച് ടോണിലാണ് വരുന്നത്. ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. സെയിം എംബ്രോയ്ഡറി തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. ബോട്ടം വരുമ്പോൾ സാറ്റിൻ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതിലും ഡാർക്ക് ടോണാണ് നമുക്ക് ദുപ്പട്ടയുടെ ബോർഡർ ആയിട്ട് വരുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്കിലാണ് വരുന്നത്.